ഹലോ പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മരിയ ജോർജ്. ഞാനിപ്പോൾ ഡിഗ്രി കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ 5 പേരാണ്. ഞാൻ രണ്ടാമത്തെ ഒരാളാണ്. അപ്പനമ്മയും ജീസസ് യൂത്ത് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുപ്പത്തിലെ വിശുദ്ധ കുർബാനയോടും പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും വളർത്തി കൊണ്ടുവന്നത്. എന്നാലും പലപ്പോഴും ഞാനും ഈശോ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തത് ഒരു 7th ഗ്രേഡ് മുതലാണ്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ലോൺലി ആയിരുന്നു, ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ എൻ്റെ റൂമിൽ ഒന്നുകൂടി പോയി കയറിയിരിക്കും. അവിടെ ഒരു ഈശോയുടെ രൂപവും പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും വിഷമമൊക്കെ വീട്ടിൽ ചെറുതായിട്ട് അപ്പനോടും ഒക്കെ വിഷമം സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പോയി കുറേ സംസാരിക്കും, കുറേ കുറ്റപ്പെടുത്തും, കുറേ കരയും. അങ്ങനെ പേഴ്സണലി ഈശോ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈശോ ആയിട്ടൊരു കോൺവെർസേഷൻ, ഈശോ ആയിട്ട് ഡയറിയൊക്കെ എഴുതി അങ്ങനെ ഈശോയെ ഒരു ചങ്ക് എന്ന് പറയുന്ന പോലെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാക്കിയിട്ട് മനസ്സിൽ കൂട്ടിക്കൊണ്ടുപോയ അന്നൊരു 7th ഗ്രേഡ് മുതൽ പിന്നെ ഈശോനെ കൂട്ടിവിട്ടിട്ടില്ല. എന്ത് കാര്യം എടുക്കുമ്പോഴും ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈശോനോട് ഫസ്റ്റ് ചോദിക്കാനായിട്ടുള്ളൊരു പ്രിഫറൻസ് ഞാൻ ടോപ്പ് പ്രയോറിറ്റി പോലെ മനസ്സിൽ എപ്പോഴും വെച്ചിരുന്നു. ചെറിയൊരു മിഷൻ എക്സ്പീരിയൻസ് എൻ്റെ ജീസസ് യൂത്ത് സെംബ്രേക്ക് മിഷനിലൂടെ ഈശോനെ നടത്തിക്കൊണ്ട് പോയ ആ വഴികൾ ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോളേജിൽ സെംബ്രേക്ക് മിഷൻ എന്നൊരു കാര്യം ഞങ്ങളുടെ കോളേജിൽ കോർ ടീമിൽ പറയുകയുണ്ടായി. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു മിഷന് പോകണം, ഈശോനെ എക്സ്പീരിയൻസ് ചെയ്യണം, ഈശോനെ കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഒരു മിഷന് പോകാൻ പറ്റും എന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ മിഷന് പോകാനായിട്ട് ഞാൻ സമ്മതം മൂളിയ സമയത്തായിരുന്നു അപ്പന് ഡെങ്കി ഫീവർ വരുന്നത്. ഭയങ്കരമായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പൻ ചോദിച്ചു, മോളെ പോകാൻ റെഡിയാണോ, ഓക്കെയാണോ? കാരണം എനിക്ക് അപ്പൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡെങ്കി ഫീവർ വരൂ, അവിടെ ചെന്നിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സ്ഥലം അറിയില്ല, ഒട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ 4 സ്റ്റുഡൻസും ഒരു സിസ്റ്ററായിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. തന്നെ കുക്ക് ചെയ്യണം, ഇത് സ്ഥലം അറിയില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഈശോയിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോധ്യം മനസ്സിൽ നിന്ന് വന്നു. ഞാനവിടെ അപ്പനോട് പറഞ്ഞു, അപ്പ ഈശോ ആണ് എനിക്ക് ഈ ഒരു മിഷൻ യാത്ര ഒരുക്കി തന്നിട്ടുണ്ട്, ഈശോ എന്തായാലും അപ്പനെ സുഖപ്പെടുത്തും എന്നൊരു വാക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ യെസ് പറയാണ് കോളേജിൽ. ഞാൻ ആ യെസ് സമ്മതം പറഞ്ഞ നിമിഷം അപ്പൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് പയ്യെ കൂടാനായിട്ട് തുടങ്ങി. ഞാൻ യാത്ര തുടങ്ങി, മിഷനിലോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ കൊങ്ങിണി ഭാഷ മാത്രം സംസാരിക്കുന്ന 60ഓളം ക്രിസ്ത്യൻ ലാറ്റിൻ കുടുംബങ്ങളുടെ അടുത്തേക്കായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം. പക്ഷേ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെ ഫുഡ് കുക്ക് ചെയ്യേണ്ട കാര്യം, അവിടെ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു, ഈശോയിലേക്ക് സറണ്ടർ ചെയ്തു. അത് തന്നെ ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ. ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ്, എല്ലാ വീക്കെൻഡ്സും അവർക്ക് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് യൂത്തിനൊന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി. പക്ഷേ ഞങ്ങളെ പ്രാർത്ഥന കൈവിട്ടില്ല. ഞങ്ങൾ സിസ്റ്ററും ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺവെൻറ്റിൽ ഒരു പഴയൊരു കോൺവെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തുറന്നത്. ആ കോൺവെൻറ്റിലെ ചാപ്പലിൽ ഞങ്ങൾ മുട്ടിപ്പായിട്ട് എൻ്റെ ഈശോയെ നിന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ പദ്ധതി എന്താണെന്ന് ഈശോനോട് ചോദിച്ചു. വളരെ നെക്സ്റ്റ് ഡേ എന്ന് പറയട്ടെ, ഈശോ ഞങ്ങൾക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ഓരോ യൂത്ത് കുടുംബങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരാരെങ്കിലും അന്ന് ലീവായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങളെ കാണാനും അങ്ങനെ കൊങ്ങിണി ഭാഷയും കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഈശോ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ഞങ്ങൾ ആ വീട്ടിൽ കയറുമ്പം അവരോട് സംസാരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളവിടെ നല്ല രീതിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജെറുക്കു പ്രേയറുകളിലൂടെയും ആ ഒരു ദേവാലയത്തിന് വേണ്ടിയിട്ട് ഭയങ്കര മനോഹരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു പ്രോഗ്രാമും ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ആ ഒരു വെള്ളിയാഴ്ച ഇവിടെ ഓണമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു യൂത്ത് പ്രോഗ്രാം ഞങ്ങൾ 4 പേര് കൂടി അവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. ഭാഷയൊന്നും അറിയാതെ, എനിക്കറിയില്ല, ആരാധനയ്ക്ക് അവരെല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾ എടുത്തു വെച്ച ആ സ്റ്റെപ്പിന് ഈശോ തന്ന വലിയൊരു പ്രതിഫലമാണെന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഇപ്പോഴും ഈശോ തന്നൊരു ബോധ്യം ഇതാണ്, ബി എൻ ഇൻസ്ട്രുമെൻറ്റ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കുക. ബാക്കിയെല്ലാം ഈശോയിലേക്ക് സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം തന്നെ അത് നയിച്ചോളും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ എന്ത് ഘട്ടം വന്നാലും ഈശോ അറിയാതെ എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ആ ഒരു പൂർണ്ണ ബോധ്യം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ അടിയുറച്ചതുകൊണ്ട് ആ മിഷൻ യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ എന്ത് ഘട്ടം വന്നാലും ഈശോനെ കൂട്ടി വിളിക്കുക, ഈശോയോട് ചോദിക്കുക, ഈശോ എന്ത് ചെയ്യണം,
ഈശ്വരനിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. ദൈവം നിങ്ങളൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റും. പ്രൈസ് ഗോഡ്. Christ in you. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഈശോയുമായൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മരിയയുടെ അനുഭവം നമുക്ക് പറഞ്ഞു തന്നു. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഈശോയുമായുള്ള ഒരു നല്ല ബന്ധം വളർത്തിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം കരം കോർത്തു പിടിച്ച് നമുക്ക് ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, ഈ നിമിഷം എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങുമായുള്ള നല്ല ബന്ധം വളർത്തിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഈശോയെ വിജയം വിജയിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിന്റെയും തിന്മയുടെയും വഴിയിൽ നിന്ന് മാറി അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി ജീവിക്കുവാൻ യുവജനങ്ങളെ ഈശോയെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന.